പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂലൈ മാസം 10 തീയതി ആമേൻ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അല്പസമയം എല്ലാവരും കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞിട്ട്, എല്ലാവരും സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞിട്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം, കർത്താവിന് നന്ദിയോടെ സ്തോത്രം, കർത്താവിന് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? കഴിഞ്ഞ പകൽക്കാലത്ത് നമ്മുടെ യാത്രകളിൽ, നമ്മളായിരുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അപ്പാ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? അതും കർത്താവിന്റെ വിശ്വസ്തതയല്ലായിരുന്നോ? അതിനായിട്ട് സ്തോത്രം ചെയ്തേ. എത്രയോ പേർ കിടന്നിട്ട് ഉറങ്ങാൻ കഴിയാതെ പോയപ്പോൾ ദൈവത്തിന്റെ കൃപയാൽ നല്ല ഉറക്കം തന്നു. ഒന്ന് തന്ന ഉറക്കത്തിനായിട്ട് കർത്താവിന് സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. അതുപോലെ ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചില്ലേ? ഞാൻ കിടന്നുറങ്ങി, കർത്താവ് എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. ഇന്ന് രാവിലെ എഴുന്നേൽക്കുവാൻ കർത്താവെ അങ്ങ് കൃപ ചെയ്തതിന് നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ഞങ്ങളുടെ പിതാവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. മുൻപടയായി പിൻപടയായി നിൽക്കുന്ന ദൈവദൂതന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സകല വഴികളിലും ഞങ്ങളെ സൂക്ഷിപ്പാൻ അങ്ങ് ദൂതന്മാരെ കൽപ്പിച്ച് ആക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ജയോത്സവമായി നടത്തുന്നതിന് നന്ദിയോടെ സ്തോത്രം. അപ്പൊ ഈ പ്രഭാതം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. 30-ാം സങ്കീർത്തനം പറയുന്നു, യഹോവയുടെ വിശുദ്ധന്മാരെ കർത്താവിന് സ്തുതി പാടുവീൻ, കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. കർത്താവ് ആമേൻ. അതിന്റെ 11ഉം 12ഉം വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, കർത്താവിന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എന്റെ രട്ട് കർത്താവ് അഴിച്ചു, എന്നെ സന്തോഷമൊഴിപ്പിച്ചിരിക്കുന്നു. 12, ഞാൻ മൗനമായിരിക്കാതെ കർത്താവിന് സ്തുതി പാടേണ്ടതെന്ന് തന്നെ. ഹല്ലേലൂയ. എന്റെ ദൈവമായ യഹോവയെ ഞാൻ എന്നേക്കും അങ്ങേക്ക് സ്തോത്രം ചെയ്യും. എല്ലാവരും അല്പസമയം കൂടെ കർത്താവിന് സ്തോത്രം പറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്പസമയം നിർത്തി കുറച്ചു നേരം നിങ്ങൾക്ക് ദൈവം ചെയ്ത നന്മകൾക്കായിട്ട് സ്തോത്രം പറഞ്ഞതിന് ശേഷം തുടർമാനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. നിന്റെ കുഞ്ഞുങ്ങൾ ഏത് ദേശത്തിരുന്ന് ഏതവസ്ഥയിൽ നിന്ന് കേൾക്കുന്നെങ്കിലും അങ്ങയുടെ വലിയ സമാധാനം അവരിലേക്ക് വ്യാപരിക്കട്ടെ, അങ്ങയുടെ വലിയ കൃപ അവരിലേക്ക് വ്യാപരിക്കട്ടെ. അങ്ങയുടെ സ്വസ്ഥത തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഇറങ്ങി വരട്ടെ. പ്രത്യേകിച്ച് ഹല്ലേലൂയ രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. ശ്വാസമുട്ടലിനാൽ ഭാരപ്പെടുന്നവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആമേൻ. ബ്ലീഡിങ്ങിന്റെ ബുദ്ധിമുട്ടിനാൽ കഴിയുന്നവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ വെരിക്കോസ് വെയിൻ, ആമേൻ, ഞരമ്പ് തടിച്ചുരുണ്ട് കടന്ന് ആമേൻ അതിന്റെ കോംപ്ലിക്കേഷൻസിലൂടെ കടന്നു പോകുന്നവർ ഇപ്പോൾ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണമായ സ്വസ്ഥതയും ആരോഗ്യവും തന്റെ കുഞ്ഞുങ്ങളുടെ മേലുണ്ടാകട്ടെ. പപ്പാ, ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഇവരുടെ മേൽ സൂപ്പർ നാച്ചുറൽ ഹെൽത്ത് ഉണ്ടാകട്ടെ, ഡിവൈൻ ഹെൽത്ത് ഉണ്ടാകട്ടെ. സ്വർഗീയ ആരോഗ്യം യേശുവിൻ നാമത്തിൽ തന്റെ മക്കളുടെ മേൽ ഉണ്ടാകട്ടെ. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം ചെയ്തു. അതുപോലെ തന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറക്കുന്ന ദൈവം. ആമേൻ. എന്റെ ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും തന്റെ മഹത്വത്തിന് ധനത്തിനത്തോണം തീർത്തു തരുമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് തന്റെ കുഞ്ഞുങ്ങൾ ഏത് ആവശ്യത്തിലിരിക്കുന്നു, ഏത് ബുദ്ധിമുട്ടിലിരിക്കുന്നു, അതിന്മേൽ ദൈവീക ഇടപെടൽ യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവിന്റെ പ്രവൃത്തി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്ന ലോകത്തെമ്പാടും കർത്താവെ സുവിശേഷ വേല ചെയ്യുന്ന അഭിഷക്തന്മാരെ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അഭിഷക്ത ശുശ്രൂഷകന്മാർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ദിവസങ്ങൾ അനേകരെ എഴുന്നേൽപ്പിക്കുന്നതിന് സ്തോത്രം, ഒരു ഉണർവിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. സകല മഹത്വം പുകഴ്ചയാപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വലിയ കൃപ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ഇന്ന് ബുധനാഴ്ചയാണല്ലോ. നമുക്ക് രാത്രിയിൽ ഇന്ത്യൻ സമയം 9:30 മീറ്റിംഗ് ഉണ്ട്. പ്രത്യേകം പ്രാർത്ഥനയോടുകൂടി നിങ്ങളെല്ലാവരും അതിൽ പങ്കാളികളാകണം. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് നിശ്ചയമായും അനുഗ്രഹത്തിന് കാരണമാകും. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത് എബ്രായ ലേഖനം അതിന്റെ 13-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന
അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കണം, അല്ലെങ്കിൽ അർപ്പിക്കുക. അപ്പോസ്തലൻ എബ്രായലേഖനത്തിൽ പറയുക, അധരഫലം എന്ന സ്തോത്രയാഗം നമ്മൾ എപ്പോഴൊക്കെ അർപ്പിക്കണം? ഇടവിടാതെ അർപ്പിച്ചുകൊണ്ടിരിക്കണം. ഇത് നമ്മുടെ ഒരു ജോലിയാണ്. നമ്മളത് ചെയ്യേണ്ട കടമ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിട്ടുണ്ട്. ആമേൻ. നമ്മൾ ഓരോ നിമിഷത്തിലും ദൈവത്തിന് ഇടവിടാതെ സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കണം. പഴയ നിമിത്തത്തിൽ കാളകളെയും ആട്ടുകൊറ്റന്മാരെയും അല്ലെങ്കിൽ പ്രാവുകളെയൊക്കെയാണ് അവർ യാഗം അർപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയ നിയമം വന്നപ്പോൾ കർത്താവ് നമ്മുടെ നാവിൽ നിന്ന് വരുന്ന സ്തോത്രയാഗത്തിനാണ് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ദൈവം, ഇപ്പൊ ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടപ്പോൾ തന്നെ നമ്മൾ കുറേ പ്രാവശ്യം സ്തോത്രയാഗം അർപ്പിച്ചു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു, എപ്പോഴൊക്കെ ആകുന്നു, അവിടെ എല്ലാം നിന്ന് നിങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം പറയാം. ആ ഓരോ പ്രാവശ്യവും നിങ്ങൾ സ്തോത്രം പറയുമ്പോൾ പഴയ നിയമത്തിൽ അവർ അർപ്പിച്ച യാഗത്തെക്കാളും ആമേൻ അധികമായി കർത്താവ് അതിനെ സ്വീകരിക്കുക. എന്നാൽ ഈ യാഗമെന്ന് പറയുന്നതിനകത്ത് ഒരു ത്യാഗമുണ്ട്. യാഗമർപ്പിക്കുക. അബ്രഹാം യാഗമർപ്പിക്കാൻ പോയപ്പോൾ മോറിയാമലയിൽ യാഗമർപ്പിക്കാൻ പോവുകയാണ്. അപ്പം അബ്രഹാമിന്റെ സാക്രിഫൈസ് അർപ്പിക്കുമ്പോൾ അതിനകത്തൊരു ത്യാഗമെന്തോ, തന്റെ ഏകജാതനായ മകനെ അർപ്പിക്കാൻ പോകുന്നു. ഒന്നോർത്ത് നോക്കിക്കേ. അപ്പൊ അവിടെ ഒരു ത്യാഗമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളും ദൈവത്തിന് യാഗം അർപ്പിക്കുമ്പോൾ അതിനകത്തൊരു ത്യാഗമുണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ഇമ്പോർട്ടന്റ്. അപ്പൊ എന്താണ്, നിങ്ങൾ ചോദിക്കും, എന്തായിരിക്കും ആ ത്യാഗം? നമുക്ക് എപ്പോഴും ഇങ്ങനെ സ്തോത്രം പറയാൻ വലിയ പ്രയാസമൊന്നുമില്ല. ചിലർ അറിഞ്ഞു അറിയാതെയും സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് പറയുന്നവരായിരിക്കും. ചിലപ്പോൾ എന്താണെന്ന് പോലും അറിയാൻ മേലാതെ നമ്മളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്തോത്രം സ്തോത്രം എന്ന് പറയത്തില്ലേ, അതുപോലെ എന്താണെന്ന് പോലും അറിയാൻ മേലാതെ സ്തോത്രം പറയുന്നുണ്ട്. എന്നാൽ ഒന്നാമത് നമ്മൾ എന്തിനു സ്തോത്രം പറയുന്നു എന്ന് അറിഞ്ഞു വേണം പറയാൻ. കർത്താവെ, ഞാൻ അങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എന്ത് കാരണത്താലാ? കർത്താവെ, അങ്ങ് എന്നെ ഇന്ന കാര്യം എനിക്ക് തന്നത്, ഇന്ന കാര്യത്തിൽ എന്നെ സൂക്ഷിച്ചത്, എന്നെ നടത്തിയതിന് ഞാൻ അങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സ്തോത്രയാഗം അർപ്പിക്കാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ അധരമാണ്. ഈ അധരം വിശുദ്ധമായിരിക്കണം. ആമേൻ. നമ്മുടെ അധരത്തെ നമ്മൾ വിശുദ്ധമായി സൂക്ഷിക്കണം. പഴയ നിയമത്തിൽ യാഗവസ്തു വിശുദ്ധമായിരിക്കണം. ആമേൻ. പുരോഹിതന്റെ അടുക്കൽ ആടിനെയോ കാളക്കുട്ടിയോ ഒക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ പുരോഹിതൻ നോക്കും, ഇതിന് ഊനമുണ്ടോ ഇല്ലയോ എന്ന് നോക്കും. ഊനമുള്ളതിനെ അർപ്പിക്കാൻ കഴിയത്തില്ല. അപ്പൊ നമ്മുടെ നാവ് ഊനമില്ലാത്ത നാവായിരിക്കണം. നമ്മുടെ നാവിനെ ദൈവത്തിന് യാഗമർപ്പിക്കാനുള്ള ഒരു വസ്തുവായി നമ്മൾ സൂക്ഷിക്കണം. ആമേൻ. എന്നിട്ട് ആ നാവ് കൊണ്ട് നമ്മൾ വേണ്ടാധീനങ്ങൾ പറയാനോ അനാവശ്യമായ കാര്യങ്ങൾ പറയാനോ ചെയ്യാനോ ഒന്നും പാടില്ല. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ യാഗം അർപ്പിക്കുമ്പോൾ ആ യാഗത്തിൽ ദൈവം പ്രസാദിക്കത്തില്ല. നമ്മൾ പകല് മുഴുവൻ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു, വഴക്കുണ്ടാക്കി, മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞു, മറ്റുള്ളവരെ ചീത്ത പറഞ്ഞു, വീടിനകത്ത് അലോഹ്യമുണ്ടാക്കി, ആമേൻ നെഗറ്റീവായ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു. അതിനുശേഷം നമ്മൾ കർത്താവേ സ്തോത്രം 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 എന്ന് പറഞ്ഞാൽ ആ യാഗം ദൈവം സ്വീകരിക്കുകയില്ല. നമ്മുടെ നാവ്, നമുക്കൊരു ബോധ്യം വേണം, എന്റെ നാവ് യാഗമർപ്പിക്കാനുള്ള നാവാ. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കാനുള്ള നാവാണ് എന്റെ നാവ്. അപ്പൊ നമ്മൾ അതിനുവേണ്ടി വിശുദ്ധിയോടെ വേർപെടുത്തി നമ്മുടെ നാവിനെ വെക്കണം. പൊട്ടച്ചൊല്ലുകളെ, കളിവാക്കുകളെ, ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങൾ, ഇതൊന്നും നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരാൻ പാടില്ല. ഈ നാവിനെ നമ്മൾ വിശുദ്ധിയോടെ സൂക്ഷിച്ചതിന് ശേഷം ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ ആ യാഗം ദൈവത്തിന് പ്രസാദവും സൗരഭ്യവാസനയുമായി തീരും. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്നത്, നമ്മൾ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് സൂക്ഷിക്കണം. കാരണം നമ്മുടെ നാവ് ഒരു യാഗമർപ്പിക്കാനുള്ള വസ്തുവാണ് എന്ന് കരുതിക്കോ. അങ്ങനെ കരുതണം. എന്നിട്ട് നാവിനെ വേർപെടുത്തി നിർത്തണം ദൈവത്തിന് വേണ്ടി. പറയണം, ഇത് ദൈവത്തിനുള്ള നാവാ, ഇത് ദൈവത്തിന് യാഗമർപ്പിക്കാനുള്ള നാവാ. അതുകൊണ്ട് ഈ നാവ് വിശുദ്ധമായിരിക്കണം. ആ വിശുദ്ധമായ നാവിൽ നിന്ന് പറയുന്ന സ്തോത്രത്തിനും സ്തുതിക്കും സ്വർഗത്തിൽ സൗരഭ്യവാസനയുടെ മണം, സ്വർഗത്തിൽ നമ്മുടെ പിതാവ് അത് മണക്കുകയും അതിന്മേൽ ദൈവിക ഇടപെടൽ ഉണ്ടാകുകയും ചെയ്യും. കേട്ടോ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നു മുതൽ നാവിന്റെ മേൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം. കാരണം ഇത് യാഗമർപ്പിക്കാനുള്ള നാവ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നാം ഒരു അത്ഭുതമായി മാറും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.